ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സഭാരാധനയുടെ ദിവസം നാം ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം പിന്നെയും നമുക്ക് ഈ ഭൂമിയിൽ സാവകാശം തന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെയായി നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വൈഷമ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ അതാത് സ്ഥാനത്ത് സൂക്ഷിച്ചു. ഇന്നും ആരോഗ്യവും ആയുസ്സും തന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകി. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നമ്മെ കർത്താവ് ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ആ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും അധികമല്ല. ഇതുവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ആ ദൈവത്തിന് പിന്നെയും മഹത്വവും പുകഴ്ചയും ആരാധനയും ഒക്കെ ഞാൻ അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നന്ദിയോട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് പിന്നെയും നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ മനോഹരമായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 17-ാം സങ്കീർത്തനം. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഈ പ്രാർത്ഥന ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദാവീദിനെക്കുറിച്ച് ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ഈരടികൾ പല ഭാഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധി ഹൃദയം പകരുന്ന ഒരു ദാവീദിനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 55-ാം സങ്കീർത്തനത്തിൽ 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. പ്രൈസ് ദി ലോർഡ്. നോക്കിയാൽ ഈ സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് സങ്കീർത്തനക്കാരൻ ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. അതെങ്ങനെയുള്ള പ്രാർത്ഥനയാണെന്നറിയാമോ? നിഷ്കളങ്കതയോടുള്ളൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. കപടമില്ലാത്ത അധരങ്ങളാൽ നിന്നുള്ള നിഷ്കളങ്കതയുടെ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ് ഈ സങ്കീർത്തനം. എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നു, പ്രത്യാശയെ വിളംബരം ചെയ്തുകൊണ്ടുള്ളൊരു വാക്യത്തോടു കൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ആമേൻ. അവിടെ കാണുന്നു, ഞാനോ നീതിയിൽ അവിടുത്തെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകും. ഇതാ നമ്മുടെ പ്രത്യാശ, ഇതാ നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ ആമേൻ, ഈ ജീവിതം അവസാനിക്കും. ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ധന്യമായ ഒരു സ്വർഗീയ ഭവനം, ഒരു സ്വർഗീയ വാസം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 1-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. മതി. യഹോവേ, ന്യായത്തെ കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കാണുന്നു, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇതിനകത്തൊരു സന്ദേശം നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരുന്നത്, നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ടാകരുത്? കപടത ഉണ്ടാകരുത്. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടി തരും. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് കാണുവാനുണ്ടെങ്കിൽ സമയബന്ധിതമായി ഇന്ന് പകൽക്കാലം യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ, ഞാൻ വേഗത്തിൽ സ്കിപ്പ് ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം വാക്യം വായിച്ചാട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നതുമില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നോക്കിയേ, അവിടെ കാണുന്നു ദൈവം എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാ. ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയങ്ങളെല്ലാം ശോധന ചെയ്യുന്നവനാ. രണ്ടാമത് അവിടെ ആ വാക്യത്തിൽ കാണുന്നു, നമ്മുടെ ദൈവം രാത്രിയിൽ പോലും ശോധന ചെയ്യുന്നവനാ. ഇരുട്ട് പോലും ദൈവത്തിന് മറവല്ല. അടച്ച് പൂട്ടിയ റൂമിനുള്ളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വരാൻ ഒരു തടസ്സവുമില്ല. ഹല്ലേലൂയ. 3-ാമതായി കാണുന്നു, ദൈവം പരീക്ഷിക്കുന്നവനാ. എന്നാൽ ഇവിടെ നമുക്കറിയാം, ജീവിതത്തിൽ ദൈവഭക്തനായ ഓരോ വാക്യങ്ങളും കാണുമ്പോൾ ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ 3 നിലകളിലും താൻ ആമേൻ അവിടെ കാണുന്നു, ഒരു കുറ്റവും ദൈവത്തിന് കണ്ടില്ലെന്നും ഒരു ദുരുദ്ദേശമൊന്നും ദൈവത്തിന് കണ്ടില്ലെന്നും കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി സുനിശ്ചിതം. ഹല്ലേലൂയ. അപ്പോൾ ഭക്തന്റെ
ജീവിതത്തിൽ 3 നിലയിൽ ആമേൻ ദൈവം ശോധന ചെയ്യും. അവിടെ ശോധന ചെയ്യുമ്പോൾ ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ലെന്ന് അവിടെ വായിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ, ഈ ദൈവം നമ്മെ ഈ 3 നിലയിലും പരീക്ഷിക്കും. ദോഷങ്ങളായിട്ടൊന്നും ദൈവം പരീക്ഷിക്കുന്നവനല്ല, പക്ഷെ നമ്മെ ഒന്ന് ശോധന ചെയ്യും. നമ്മെ ഒന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യും, രാത്രി ശോധന ചെയ്യും, അപ്പോൾ പരീക്ഷിക്കും. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ലംഘനം ചെയ്യാതെ ജീവിത വിശുദ്ധി കാത്തുകൊള്ളുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യം വായിച്ചേ. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. നോക്കിയേ, ഭക്തൻ പറയുകയാണ്, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ആമേൻ. നമ്മുടെ മുൻപോട്ടുള്ള ഓരോ ജീവിതപാതയിലും ചവിട്ടടി ദൈവത്തിൻ്റെ ആ ഹിതപ്രകാരം ദൈവാശ്രയ ബോധത്തോടെ അനുസരണത്തോടെ അവിടുത്തെ ചുവടുകളിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യം, എന്റെ കാൽ വഴുതിയതുമില്ല. കാൽ വഴുതിയില്ലെന്ന്. ദൈവത്തിൻ്റെ ചുവട്ടടിയിൽ ദൈവാലോചന പ്രകാരം ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ആമേ, വഴുതി പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. എൻ്റെ ദൈവം ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല. ആമേ. ദൈവജനമേ, കാൽ വഴുതാതിരിക്കണമെങ്കിൽ ദൈവ വഴികളിൽ തന്നെ നടക്കണം. അതിന്റെ മുകളിലുള്ള 4-ാം വാക്യോടെ വായിച്ചാൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. മനുഷ്യരുടെ പല പ്രവൃത്തികളും ലോകത്തുണ്ട്, നമുക്കറിയാം. അവരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവ പൈതൽ എന്ത് ചെയ്യണമെന്ന് അവിടെ വായിക്കുന്നത്. ആ ദൈവവചനം, അധരങ്ങളുടെ വചനം, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവശ്വാസ്യമായ ആ വചനം ദൈവം നമുക്ക് നൽകി തരുമ്പോൾ, അത് സ്വർഗത്തിലെ ആ വചനത്തിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുമ്പോൾ, വചനപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചത്. ആ പ്രത്യേക പദം ഒന്ന് നോക്കണം, സൂക്ഷിച്ചൊഴിഞ്ഞ് നടക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നിഷ്ഠൂരന്റെ പാതകളെ കണ്ടു കഴിഞ്ഞാൽ ആമേൻ, അത് സൂക്ഷിച്ചൊഴിഞ്ഞു മാറിപ്പോകണം ദൈവ പൈതൽ. ഹല്ലേലൂയ. വഴുതി പോകാതിരിക്കാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും ഇട്ടടിച്ചിട്ട് കാര്യമില്ല. വഴുതി പോകാതിരിക്കുവാൻ നിഷ്ഠൂരന്റെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ, നാം വഴുതി പോകാതിരിക്കുവാൻ നിഷ്ഠൂരന്റെ പാതകളെ കണ്ട് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറി അങ്ങ് പോയിക്കോണം. 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നടക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. നോക്കിയേ, അപ്പോൾ ദൈവ പൈതൽ ഇരിക്കുവാൻ ഒരു സീറ്റുണ്ട്, നടക്കുവാൻ ഒരു വഴിയുണ്ട്. എല്ലായിടത്തും നടക്കാൻ കഴിയത്തില്ല, എല്ലായിടത്തും ഇരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതാ ക്രിസ്തീയ ജീവിതം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഞായറാഴ്ച ക്രിസ്ത്യാനി അല്ല, അടുത്ത ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആകണം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ അവിടെ വായിക്കുന്നത്, നിഷ്ഠൂരന്റെ പ്രവൃത്തികളെ കണ്ട് സൂക്ഷിച്ചൊഴിഞ്ഞ് ദൈവ വഴിയിൽ നടക്കുവാനാണ് ദൈവം നമുക്ക് പ്രബോധനം നൽകുന്നത്. ദൈവം സൂക്ഷിക്കുന്ന ദൈവമാ, വഴുതാതെ കരുതുന്ന ദൈവമാ. ദൈവവചനപ്രകാരം ദൈവ വഴിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. യൂദായുടെ ലേഖനത്തിൽ 24-ാം വാക്യത്തിലുമുണ്ട്. എന്താ വായിക്കുന്നത്? 24-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ കാണുന്നത്. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ ഇരുട്ട് പോലും മറവല്ലെന്ന് ദൈവവചനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അവന്റെ മുൻപിൽ ഒന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്ററുടെ കണ്ണ് മറയ്ക്കാം, സഭാപാസ്റ്ററുടെ കണ്ണെത്താത്ത ദൂരത്തെത്താം, മാതാപിതാക്കളുടെ കണ്ണെത്താത്ത ദൂരത്തൊക്കെ ഹല്ലേലൂയ ഒരു പക്ഷേ ആയിരിക്കാം. അവിടെ എല്ലാം കണ്ണെത്തുന്നൊരു കണ്ണുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും അവന്റെ കണ്ണുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. ഇരുട്ട് പോലും മറവല്ലെന്ന കർത്താവിന്റെ വചനം വായിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ വഴുതി പോകാതിരിക്കണമെങ്കിൽ, വീഴാതെ സൂക്ഷിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഒഴിഞ്ഞ് ഒരു ക്രിസ്തീയ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ആമേൻ കർത്താവ് അവരെ ഈ ഭൂമിയിലും കാക്കും, നിത്യതയും സ്വായത്തമാക്കുവാൻ ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനം 9 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വേറൊരു അതിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാനൊന്നുമില്ല. വചനപ്രകാരം സൂക്ഷിക്കണം, ബാലനും ബാലികയും എല്ലാം. എന്നാൽ മാത്രമേ വീഴാതെ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 7 വാക്യം വായിച്ച 7 വാക്യം. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവരെ. കാണുന്നുണ്ട്, വലം കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവിടെയും വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 8 വാക്യം വായിച്ചേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. ആ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുന്നവനാണ് നമ്മുടെ കർത്താവ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ. അതൊക്കെ നമ്മൾ വായിച്ചു വിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ണിന്റെ കൃഷ്ണമണി എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കിയേ. നമ്മുടെ കണ്ണ് എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കാറുണ്ടോ? പലപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. എനിക്കൊരു ആക്സിഡൻ്റ് ആയപ്പോൾ ഞാനത് ഓർത്തതാ. എൻ്റെ കണ്ണിനെ എത്രമാത്രം ദൈവം പരിപാലിച്ച അങ്ങ് സൃഷ്ടിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ ആക്സിഡൻ്റായി 1991 28ാമത്തെ വയസ്സിൽ വന്ന് ആഞ്ഞ് വണ്ടിയിൽ വന്ന് പതിക്കുമ്പോഴും കണ്ണിൻ്റെ അകത്തോട്ട് ചെന്ന് തട്ടാതെ വണ്ണം 2 എല്ല് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സിഗോ ഓറിയന്റൽ എന്ന് പറഞ്ഞൊരു എല്ലാം അത് 2 ഭാഗം. നോക്കിയാൽ നമ്മുടെ കണ്ണ് എത്ര അകത്തായിരിക്കുന്നത്. അതുപോലെ ഓർത്ത് നോക്കി, ഏതെങ്കിലും ഒരു പൊടി ഒന്ന് വീണാലേ ഒന്ന് ഓർത്ത് നോക്കി, കഴുകിക്കളയാൻ പെട്ടെന്ന് കണ്ണുനീര് വരുന്നില്ലേ? കരടിനെ നീക്കിക്കളയുന്ന എത്ര അത്ഭുതകരമായിട്ട്. നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ എന്തെങ്കിലും പൊടിയോ മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡിൽ 2 കൺപോളകൾ ദൈവം തന്നിട്ടില്ലേ? എത്ര നിലയിലാണ് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കൺപോളകൾ പെട്ടെന്ന് അടയുമ്പോൾ കണ്ണിനെ സൂക്ഷിക്കുന്ന അതാ പറഞ്ഞ കർത്താവിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കും കേട്ടോ. വഴുതാതെ സൂക്ഷിക്കണമെങ്കിൽ, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെങ്കിൽ അവൻ്റെ പാത പിൻപറ്റി നടന്നോണേ. ദൈവവഴി വിട്ടു പോകരുത്. ഏത് പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ദൈവവഴി വിട്ടുപോകരുത്. അത്രയ്ക്ക് ശക്തമായി നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് രുചിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കിയേ, നമ്മുടെ കൺപീലി, ആ പിരിയോ ഒക്കെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? നമ്മുടെ തലയിൽ നിന്ന് എന്തെങ്കിലും ഒഴുകി വരുമ്പോൾ കണ്ണിനകത്ത് പോകാതിരിക്കുവാൻ. ആമേൻ. ആ കൺപിരിയവും ആ പീലിയുമൊക്കെ തട്ടി മാറ്റി നമ്മെ സുരക്ഷിതമായി നല്ല കാഴ്ച തരുന്ന ദൈവത്തിന് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യണം. ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തുതിച്ചൊന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കണ്ണുനീരോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ, കണ്ണുനീരോടൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അനേകർക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ കാഴ്ച തന്ന് നിർത്തിയില്ലേ? ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ കൺമണിക്ക് ഇത്രമാത്രം കാവൽ ദൈവം ചെയ്തിരിക്കുമ്പോൾ, അതുപോലെ ദൈവപൈതലേ, ദൈവം നമ്മെ കാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിന്റെ 9 വാക്യം വായിച്ചാട്ടെ. 9 വാക്യം. നോക്കിയേ, ഭക്തനെ ദൈവത്തിന്റെ ചിറകിൻ മറവിൽ മറയ്ക്കുമെന്ന്. ദൈവ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവപൈതലിനെ അവിടുത്തെ വിശാലമായ ചിറകടിയിൽ ഹല്ലേലൂയ മറയ്ക്കുമെന്ന്. ചിറകിൻ നിഴലിനെ മറച്ചുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ ആപത്തുകൾ ആമേൻ നിന്റെ ജീവിതത്തിൽ വരാമായിരുന്നു, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, മറച്ചൊരു കരമുണ്ട്. എത്ര പേർക്ക് അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്ത് നന്ദിയോട് കണ്ണ് നനഞ്ഞൊന്ന് സ്തോത്രം ചെയ്താട്ട് നിന്നെ നിന്റെ കുഞ്ഞുകുട്ടികളെയും പരിപാലിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ആ ചിറകടിയുടെ മറവിൽ നിന്നെ മറച്ചത്, ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോഴും ദൈവം നിന്നെ സൂക്ഷിച്ചത് ഒന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോ റിഖ ബാബാ ബാബാ. ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ, നിന്റെ വീഴ്ച കാണാൻ കൊതിച്ചവരുടെ മുൻപിൽ ഓ ദൈവം നിർത്തിയില്ലേ? നീ തകർന്നു പോകുമെന്ന് നോക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ നിർത്തിയില്ലേ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദയ ഇന്ന് പകൽക്കാലം അറിഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ചില സംശയ വിചാരങ്ങളിട്ട് നിന്നെ കുറ്റം പറഞ്ഞ് വിടക്കെന്ന് തള്ളി ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത്, നിന്നെ തകർച്ച നോക്കി നിന്ന സ്ഥാനത്ത്, ലോകം നിന്നെ വിധി എഴുതിയ സ്ഥാനത്ത് വിധിയെ എടുത്തു മാറ്റി നിന്നെ നന്മകളാൽ നിറച്ച ഒരു ദൈവം നിനക്ക് കൂട്ടിനുണ്ടായിരുന്നില്ലേ? ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന്റെ കരം ഇന്നും നിനക്ക് വേണ്ടി വെളിപ്പെടുകയാ. ചൂടാബാന ഹംദരാഹ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിധിയെ മാറ്റി എഴുതുന്നവനാ നമ്മുടെ കർത്താവ്. ലോകം വിധി എഴുതും, നിനക്കെഴുത വിധി എഴുതും. നിന്റെ തകർച്ച കാണുവാൻ വിധി എഴുതി നിന്നെ മാറ്റി നിർത്തും. എന്നാൽ വിധിയെ മാറ്റി എഴുതുന്ന ഒരുവനുണ്ട് നമുക്ക്. ഹല്ലേലൂയ. 31 സങ്കീർത്തനം അതിൻ്റെ അകത്ത് ആ ഭാഗം വായിക്കുമ്പോൾ 19 വാക്യം ഒന്ന് വായിച്ചേ. 31:19 ഒന്ന് വായിച്ചേ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ. ആ പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അടിവര ഇട്ടോണേ, വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചോണേ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രന്മാർ കാണെ, നീ പ്രവർത്തിച്ചതും നിന്റെ നന്മ എത്ര വലുതായിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ. എത്ര നിന്റെ നന്മകൾ എത്ര ദൈവം നൽകി. ലോകം വിധി എഴുതിയതാ, എന്നാൽ ആ ഹല്ലേലൂയ മണ്ഡലങ്ങളിൽ ചില നന്മകൾ തന്നില്ലേ? ഓ നീ സംഗ്രഹിച്ചതും നീ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ, നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എന്ന് അവിടെ കാണുന്നത് എത്ര വലുതാ. ദൈവത്തിന്റെ ദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ നന്മ കൊട്ടിയടക്കപ്പെടുമെന്ന് ശത്രു വാദിച്ചപ്പോൾ നിനക്ക് വേണ്ടി നന്മ തുറന്നു തന്നെങ്കിൽ നിന്റെ മിടുക്കല്ല, നീ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നത് പശ്ചാത്തലമുള്ള കണ്ടുകൊണ്ടാ, നീ വിശ്വസ്തയോട് പ്രാർത്ഥിച്ചത് കൊണ്ടാ, നീ ആരാധിച്ചത് കൊണ്ടാ, നീ ദൈവസന്നിധിയിൽ ഉപവസിച്ചത് കൊണ്ടാ ആ നന്മ തടയാതെ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നന്മ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരാൻ കാരണം നീ വിശ്വസ്തയോടെ നിന്നതാ. നീ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ സമയം ചിലവിട്ടതാ. നീ ഉപവാസത്തിന് വേണ്ടി നീ ദൈവസന്നിധി നിന്നതുകൊണ്ടാ, അല്ലാതെ നിന്റെ പുണ്യപ്രവർത്തികൾ മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിധി എഴുത്തുകളെ മാറ്റുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ശൂഷൻ പട്ടണം കലങ്ങി. കാരണം നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ശൂഷൻ രാജധാനിയിൽ ആമേൻ ഹാമാന് കുടിലതന്ത്രം എടുത്ത് യഹൂദ ജനത്തെ ഒന്നടങ്കമായി, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ഉന്മൂലനാശം വരുത്തുവാൻ അഹശ്വേരോശ് രാജാവിനെ സ്വാധീനിച്ച് മുദ്രാമോതിരം കൈക്കലാക്കി വിധി എഴുതി തുരകം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കുതിരപ്പുറത്ത് കയറി അഞ്ചൽക്കാരുടെ കൈവശം 127 സംസ്ഥാനങ്ങളിൽ അയക്കപ്പെടുകയാ. ആധാർ മാസം ഇന്ന 13-ാം തീയതി അവരെ കൊന്നൊടുക്കുവാൻ മോതിരം ഒപ്പിട്ട രേഖയുമായി പോവുകയാ. ശൂഷപട്ടണം കലങ്ങി. യഹൂദന്മാർ ഹല്ലേലൂയ ചാരം വാരി വിതറി നെടുവീർപ്പോട് കരയുവാൻ തുടങ്ങി. ഒന്നടങ്കമായി ഉപവസിക്കുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ വിലപിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ യാചിക്കുവാൻ തുടങ്ങി. രേഖ എഴുതി വച്ചിരിക്കുകയാ. തകർക്കുവാൻ രേഖയാ. ഹാമാന്റെ കുടില തന്ത്രത്തിന്റെ മുൻപിൽ പതറിപ്പോകാതെ നിവരെ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരുമിച്ച ജനത്തിന്റെ നടുവിൽ എന്റെ ദൈവം ഇറങ്ങി വന്നെങ്കിൽ, ആ രേഖ എഴുതി മാറ്റിയെങ്കിൽ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ശത്രു കെട്ടിവെച്ച വിധികളെ എന്റെ ദൈവം എടുത്തു മാറ്റുന്നതാ. വിധികളെ അവൻ എടുത്തു മാറ്റുന്നവനാ. ദൈവത്തിന് മുഖപക്ഷമില്ല. അന്ന് മോർദെഖായിക്ക് വേണ്ടി, ഒരു എസ്തേറിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ.
127 സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും പാർക്കുന്ന യഹൂദന്മാരുടെ ഭവനങ്ങളിൽ നിലവിളി ഉയർന്നു. ആമേൻ. വെണ്ണീർ വാരി വിതറുകയാ. വസ്ത്രം പഴയ നിയമ പശ്ചാത്തലം നമുക്കറിയാം. വസ്ത്രം വലിച്ചു കീറി അവരുടെ രോഷം വിഷമം പ്രകടിപ്പിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്നും ഇറങ്ങി വരുന്നു. നിന്റെ രോഗത്തിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരും. നിന്റെ ആമേൻ ഹല്ലേലൂയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. പോരാ നിന്റെ ആമേൻ ഹല്ലേലൂയ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ അവൻ ഇറങ്ങി വരും. യെസ്. രോഗക്കിടക്ക അവൻ മാറ്റി വിരിക്കുവാൻ ഇറങ്ങി വരും. യെസ്. ആത്മാവ് ചിലരോടൊക്കെ ഇടപെടുകയാ. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിൽ അവൻ ഇറങ്ങി വരും. യെസ്. യേശുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യദായകനാ. അവൻ ഗിലെയാദിലെ വൈദ്യനാ. ഇപ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കഴിഞ്ഞ ദിവസം പ്രിയ മോള് ആമേ ഏഞ്ചൽ അവളുടെ സാക്ഷ്യം കേട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരറ്റുവാൻ ഇടയായി. ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവജനം ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാളയം സഭയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യെസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേ. സമയം പരിമിതമാണല്ലോ. വേഗത്തിൽ 15-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. കണ്ടോ, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ നീതിയിലാ ദൈവമുഖത്തെ കാണാൻ പോകുന്നത്. നമ്മളെ നീതീകരിച്ച ഒരുവനുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. നീതിമാനായ ദൈവം നമുക്ക് വേണ്ടി പാപമായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് ആ രക്തം പ്രായശ്ചിത്തം മരണം മൂലം നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ നീതിമാന്മാരെ നമ്മൾ കണ്ണാലെ കാണാൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു ദിവസം ആ കർത്താവിനെ മുഖാമുഖം കാണാൻ പോകുകയാ. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് പിന്നെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നമുക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പോരാ ഇത് പോരാ. ആത്മാവിൽ ആരാധിച്ചാട്ടെ. യേശുവിന്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ സ്നേഹമാണ് നമ്മുടെ പാപക്കടം തീർത്തത്. നമുക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ ഒരു കൊട്ടാരം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ വാസസ്ഥലം. ഹല്ലേലൂയ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മളൊരു ഇടത്താവളമായത്. കുഞ്ഞേ, നമുക്കൊരു ഭവനം ഉയരത്തിലുണ്ട്. ആ ഭവനം നമ്മൾ അക്കരെ എത്തുവാൻ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ അഭിഷേകത്തിൽ കൂടെ കേട്ടതുപോലെ അധിക സമയമില്ല. നമ്മുടെ പ്രാണനാഥന്റെ വരവടുത്തു. ഹല്ലേലൂയ. ആ പ്രാണനാഥന്റെ വരവിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം.